ബി.ജെ.പിയും ഒക്കെ ആരോപിക്കുന്നത് പോലെ തന്നെ ഒരു സ്പോൺസേഡ് പരിപാടി എന്നാണ്, സ്പോൺസേഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സമരത്തെ കാണുന്നത്. ഒപ്പം ഈ അതീവ സുരക്ഷാ മേഖലയിൽ നടത്തുന്ന ഈ സമരങ്ങളൊക്കെ ഒരു തരത്തിൽ ജനങ്ങൾക്കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഒപ്പം തന്നെ CPM-ൻ്റെ കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പങ്കാളിത്തം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സമരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ PSCക്ക് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ ഒന്നും സമരമില്ല. പക്ഷേ കേന്ദ്രത്തിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ സമരം നടത്തി ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അരുൺ കപൂർ എങ്ങനെ പ്രതികരിക്കുന്നു? ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി പറയുന്നത് സ്പോൺസേഡ് സമരമാണ്, അതുപോലെ തന്നെ 22 ദിവസം എവിടെയായിരുന്നു, അതീവ സുരക്ഷയുള്ള മേഖലയിലേക്ക് സമരം എന്നൊക്കെയാണ്. ഇത് ശരിക്കും സ്പോൺസേഡ് സമരം തന്നെയാണ്. ഈ രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ചെന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന സമരം തന്നെയാണ്. അത് അവരുടെ ജീവൽ പ്രശ്നമാണ്. കഴിഞ്ഞ അവസാനത്തെ 9 തവണയാണ് പരീക്ഷകൾ, പ്രത്യേകിച്ച് യോഗ്യതാ പരീക്ഷകൾ അട്ടിമറിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ സർവകലാശാലയായി ജോഹന്നാസ്ബർഗിലെ സർവകലാശാല, അതിന്റെ കവാടത്തിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്: നിങ്ങൾക്കൊരു രാജ്യത്തെ തകർക്കണമെങ്കിൽ സ്കഡ് മിസൈലോ ആറ്റം ബോംബോ വേണ്ട, ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർത്താൽ മതിയെന്ന്. ഇവിടെ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം കൊടുത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി ഡോക്ടർമാരാകുന്നവരെ കൊണ്ട് ഈ രാജ്യത്തിന്റെ ആരോഗ്യ മേഖല തകരും. അങ്ങനെ എഞ്ചിനീയർമാരാകുന്നവരെ കൊണ്ട് ഈ രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മേഖല, നിർമ്മാണ മേഖല തകരും. അങ്ങനെ വളർന്നു വരുന്നവരെ കൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരും, ഈ രാജ്യം തകരും. ഈ ഇത്തരം തട്ടിപ്പ്, അതായത് ഈ നീറ്റ് പരീക്ഷ പോലും ഒരു സുതാര്യമായിട്ട് നടത്താൻ പറ്റാതെ അതിന് ബദലായിട്ട് ഇവർ കണ്ടുപിടിച്ചെന്താ, ടെലിഗ്രാം നിരോധിക്കുന്നു, ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിക്കുന്നു. ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്നവരെയല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതിന് ലീക്ക് ചെയ്തവരല്ലേ നടപടി എടുക്കേണ്ടത്. അതിന് പകരം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലീക്ക് ചെയ്തതിനു ശേഷമല്ലേ ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോ കൃത്യമായി ഈ കള്ളത്തരവും വെട്ടിപ്പും നടത്തുന്നവരെ കണ്ടുപിടിക്കാതെ അവരെ സംരക്ഷിക്കുന്ന ഭരണകൂടം എന്നിട്ട് പറയുകയാണ് 22 ദിവസം എവിടെയായിരുന്നു. 22 ദിവസം ഞങ്ങൾ സമരഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. SFI അടക്കം നിരാഹാര സമരത്തിലുണ്ടായിരുന്നു. എന്തിനാ ഇവർക്ക് ഈ നിരാഹാരത്തോട് ശരിക്കും പുച്ഛം എന്താ? സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഏറ്റവും വലിയ ആയുധമായിരുന്നല്ലോ സത്യാഗ്രഹവും നിരാഹാരവും ഒക്കെ. ഇവിടെ 100 കണക്കിന് ദിവസം നിരാഹാരം കിടന്ന ചരിത്രം ഈ രാജ്യത്തുണ്ടല്ലോ. ഇറോം ശർമ്മലെ അടക്കം, നേതാ പട്നായർ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് നിരാഹാരം കിടന്ന മരണപ്പെട്ട ചരിത്രം വരെ നമ്മുടെ രാജ്യത്തുണ്ട്. ശ്രീരാമലു ആന്ധ്ര വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും ന്യായമായ സമരത്തെ പുലർച്ചെ വന്ന് പോലീസിനെ കൊണ്ട് വളർത്തിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി സ്വന്തം ഭാര്യയ്ക്ക് പോലും കാണാൻ അനുവദിക്കാതെ, ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോലും ഇടാൻ കഴിയാതെ ഇവിടെ ഒരു പ്രതിഷേധവും സമരവും ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നത്, അതാണ് ഫാസിസം. ആ ഫാസിസത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് രാജ്യത്തിന്റെ ചെറുപ്പം പറയുന്നത്. ഇവരെന്താ ആവശ്യം? 2 ആവശ്യമുള്ളൂ. ഇത്തരത്തിൽ വലിയ തട്ടിപ്പിന് കൂട്ടുനിന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജിവെക്കണം. 22 പാവങ്ങളായ കുട്ടികൾ, നന്നായി കഠിനമായി അധ്വാനിക്കുന്ന കുട്ടികൾ, ഈ പരീക്ഷ എഴുതി നല്ല ജീവിത ഭാവിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ആത്മഹത്യ ചെയ്ത് ആ കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം, അവരെ അഡ്രസ് ചെയ്യണം. ഇത് 2 വലിയ ആവശ്യം. ഈ 2 ആവശ്യം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ലേ? സമരങ്ങൾ പാടില്ലെന്ന് ഒരു ജനാധിപത്യ രാജ്യത്ത് പറയാൻ പറ്റുമോ? കാരണം ഇവര് സമരമൊന്നും ചെയ്തിട്ടില്ല. കാരണം സ്വാതന്ത്ര്യ സമര സമയത്ത് മാപ്പ് 13 തവണ എഴുതി കൊടുത്തവർക്ക് സമരത്തിന്റേതായിട്ടുള്ള ചരിത്രവും സമരത്തിന്റേതായിട്ടുള്ള ഗൗരവമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഭൂരിപക്ഷം ഉണ്ട്, ഒരു സമരം അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? എന്താ പറഞ്ഞ അതീവ സുരക്ഷാ മേഖല? പണ്ട് JNUവിൽ നിന്ന് ഒരു പ്രകടനം പോയിരുന്നു. വിദ്യാർത്ഥികളുടെ വിവിധമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്തരിച്ചു പോയ CPM-ന്റെ മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നയിച്ച പ്രകടന. അത് പോയത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി താമസിച്ചു കൊണ്ടിരുന്ന വീട്ടിലേക്കാണ്. ആ പ്രകടനം ഗേറ്റിംഗിൽ ചെന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ഇറങ്ങി വന്ന് അവരുടെ നിവേദനം സ്വീകരിച്ചു. അത് ആ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെ നിവേദനം വായിച്ചു. അഡ്രസ് ചെയ്യാവുന്ന കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ ചിത്രങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. യെച്ചൂരി, ചെറുപ്പക്കാരനായ യെച്ചൂരിയും ഇന്ദിരാഗാന്ധിയും വിദ്യാർത്ഥികളും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന ഇതൊരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. അവരുടെ സമരം പാടില്ല, ഇവിടെ സമരം പാടില്ല. സമരത്തിന്റെ വേദി തീരുമാനിക്കുന്നത് ഭരണാധികാരികളാണോ? സമരത്തിന്റെ രൂപം തീരുമാനിക്കുന്നത് ഭരണാധികാരികളാണോ? സമരത്തിന്റെ മുദ്രാവാക്യം തീരുമാനിക്കുന്നത് ഭരണാധികാരികളാണോ? നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി സമരസപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് സമരങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ 9ഓളം മത്സര പരീക്ഷ, യോഗ്യതാ പരീക്ഷകൾ തട്ടിപ്പ് നടത്തിയ നിരന്തരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിഷേധം ഉണ്ടാകും, സമരം ഉണ്ടാവും. 22 ദിവസം നിരാഹാരമല്ലേ അവിടെ ഇരുന്നത്? വേറെ ഒരു അക്രമ സംഭവമല്ലല്ലോ. ഇവിടെ ഇന്നലെ ഡൽഹി പോലീസോ ദ്രുതകർമ്മസേനയാണോ ആക്രമണം അയച്ചുവിട്ടത്? ഹെൽമറ്റ് ധരിച്ച്, മുഖംമൂടി ധരിച്ച് ആ വിദ്യാർത്ഥിനികളെ ആക്രമിക്കുന്നവരുടെ വീഡിയോ പുറത്തു വന്നില്ലേ? കുറ്റകരമായി തന്നെ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഗൗരവമായ വീഡിയോ പ്രക്ഷേപണം ചെയ്തില്ല.
അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അത്തരം വീഡിയോ പുറത്തുവിടാതിരിക്കാൻ അവിടെ ഇന്റർനെറ്റ് നിരോധനം ഉണ്ടാക്കി. അപ്പൊ പ്രീ പ്ലാൻഡ് സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്പോൺസേഡ് അറ്റാക്കാണ് നടന്നത്. പ്രീ പ്ലാൻഡ് അറ്റാക്ക് ബൈ ദ ഗവൺമെന്റ് ആണ് നടന്നത്. അതിനുവേണ്ടി RSSന്റേതായിട്ടുള്ള ഗുണ്ടകളെ, കൃത്യമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഗുണ്ടകളെ നീണ്ട വടിയുമായിട്ട് രംഗത്തിറക്കി. ഞാൻ എത്ര വീഡിയോ വേണമെങ്കിലും അയച്ചു തരാം. അതായത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന, പെൺകുട്ടികളെ ആക്രമിക്കുന്ന, പോലീസ് അല്ലാത്ത, ഒരു ഹെൽമറ്റ് വെച്ച് മുഖംമൂടി ധരിച്ചിരിക്കുന്ന, മുഖത്ത് തുണി കെട്ടിയിരിക്കുന്ന RSSന്റെ ഗുണ്ടകളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ സമരത്തെ ആക്രമിച്ച് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് കുറെ പേരെ ജയിലിലിട്ട് എല്ലാ പ്രതിഷേധങ്ങളെയും മുക്കിക്കളയാം എന്നാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കില്ല. ഇപ്പൊ 360 MP എന്ന എണ്ണത്തിലേക്കാക്കി എങ്ങനെയെങ്കിലും ഭരണഘടനയെ ഇല്ലായ്മ ചെയ്ത് മനുസ്മൃതിയെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഫാസിസം നടപ്പാക്കി അത്തരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഗവൺമെന്റ് അവിടെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് വിദ്യാർത്ഥികളുടെ സമരമാണ്, യുവജനങ്ങളുടെ സമരമാണ്. അതിൽ എല്ലാ വിഭാഗം ആളുകളും പിന്തുണ കൊടുക്കുകയാണ്. ഇത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് 2 മുദ്രാവാക്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. 2, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അതിന് നേതൃത്വം കൊടുത്ത മന്ത്രി രാജിവെക്കണം. ഈ ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യാനാണ് ഗവൺമെന്റ് തയ്യാറാകേണ്ടത്. അല്ലാതെ ക്രൂരമായി ആക്രമിച്ചു. അരുൺകുമാർ, ഒരു ചോദ്യമാണ്. അതായത് ഈ സമരത്തിന്റെ ഭാവി എന്താണ്? ഇത് എങ്ങനെ അവസാനിപ്പിക്കും? ഈ സമരം തുടരും. കാരണം ഇത് ഈ രാജ്യത്ത് കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരത്തിലുള്ള വലിയ കച്ചവടം, പണമുള്ളവൻ പഠിച്ചാൽ മതി, അവൻ എല്ലാ തരത്തിലുള്ള സൗകര്യം കിട്ടുമെന്നുള്ള തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ സമര നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ച് ഈ പ്രശ്നത്തിൽ അനുഭാവപൂർവമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരും. സമരം ഒരു അക്രമ സമരമല്ല. സമരം സത്യാഗ്രഹ സമരവും നിരാഹാര സമരവും എല്ലാം ആയിരുന്നു. അതിനെ അക്രമത്തിലേക്ക് തള്ളിവിട്ടത് ഗവൺമെന്റ് തന്നെയാണ്, പോലീസ് തന്നെയാണ്. ഇന്ന് ഈ പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പാർലമെന്റിലല്ല വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാം. പാർലമെന്റിൽ ഏത് ജനാധിപത്യ വിഷയം ചർച്ച ചെയ്യാം. പക്ഷേ ഈ സമരമുദ്രാവാക്യങ്ങൾ, സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ദിവസമായി, കഴിഞ്ഞ 1 മാസമായി രാജ്യത്ത് വിദ്യാർത്ഥികൾ ഉയർത്തിയ വിഷയം ആ വിദ്യാർത്ഥി സമര നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. അത് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഒരു വിഭാഗം കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതും. അവരുടെ പ്രസ്താവന ആ തരത്തിലാണ്. JP നദ്ദ അടക്കം ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടുണ്ട്. പക്ഷേ ചില കേന്ദ്രങ്ങളുടെ കടുംപിടുത്തമാണ് ഈ ചർച്ച വഴിമുട്ടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു സമരം നടക്കുമ്പോൾ പാർലമെന്റിൽ ചർച്ച നടത്തിയാൽ എങ്ങനെ തീരും? വിദ്യാർത്ഥി പ്രതിനിധികൾ പാർലമെന്റിലില്ലല്ലോ. അതുകൊണ്ട് സമരം നേതൃത്വം കൊടുക്കുന്ന, സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സമര നായകന്മാരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. അതിനുള്ള വേദിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കേണ്ടത്. ഗവൺമെന്റ് ഇതിലൊക്കെ ഒരു തുറന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ചർച്ച ചെയ്യുക, എന്നിട്ട് പരിഹരിക്കപ്പെടുന്നില്ലേ, പിന്നെ അടുത്ത കാര്യം നോക്കാം. പക്ഷെ ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. ഇന്നിപ്പോ ഇത്രയും സംഘർഷം ഉണ്ടാകേണ്ടി വന്നല്ലോ, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാം എന്ന് പറയാൻ ഇന്നലെയും മിനിഞ്ഞാന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഏതായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തുറന്ന ചർച്ച വ്യക്തമാണ് അരുൺകുമാർ. പങ്കെടുക്കണം എന്നതാണ്. വ്യക്തമാണ് അരുൺകുമാർ. ശ്രീ